സംസ്കാരം എന്ന് പറഞ്ഞ എഴുതിയത് യു ആർ ആനന്ദമൂർത്തി. അതിനകത്ത് പറയുന്ന രണ്ട് മെയിൻ ക്യാരക്ടേഴ്സാണ്. ഒന്ന് പ്രാണേശ്വരിയും ഒന്ന് നാരായണപ്പ. ഈ പ്രാണേശ്വരി എന്ന് പറയുന്നത് ഒരു എല്ലാ പ്രശ്നങ്ങൾക്കും ആൾക്കാർ സൊല്യൂഷൻസ് അന്വേഷിച്ച് വരുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു കറക്റ്റ് ബ്രാഹ്മിൺ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ്. നാരായണപ്പ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് ആൾ ബ്രാഹ്മിണാണ്, പക്ഷേ ഒരു സിൻഫുൾ ബ്രാഹ്മിണാണ്. അപ്പോൾ ഒരു ഔട്ട്കാസ്റ്റ് ആയിട്ടാണ് ആൾക്കാരെ അയാളെ കാണുന്നത്. ബ്രാഹ്മണുകളുടെ റൈറ്റ്സ് റിച്വൽസ് ഒന്നും ഫോളോ ചെയ്യാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഈ നാരായണപ്പ മരിക്കും ഒരു ദിവസം. അപ്പോൾ ആളുടെ ക്രിമേഷൻ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് ഒരാളും തയ്യാറാവില്ല വില്ലേജിൽ, ആളെ വീട്ടുകാർ പോലും. കാരണം ആളൊരു ഔട്ട്കാസ്റ്റ് അല്ലെങ്കിൽ ബ്രാഹ്മിൺ ലൈഫ് ലീഡ് ചെയ്യാത്ത ആളായതുകൊണ്ട്. അപ്പോൾ ഈ മൊത്തം ഗ്രാമത്തിലെ ആൾക്കാർ ആളുടെ ബോഡി അവിടെ വെച്ചേക്കാണ്. എന്നിട്ട് എങ്ങനെ നോക്കിയിട്ടും പറ്റാണ്ടാവുമ്പോൾ ഈ പ്രാണേശ്വരിയുടെ അടുത്തേക്ക് വരാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അപ്പോൾ ആൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, പക്ഷെ ഒരു ഉത്തരവും കിട്ടില്ല. അപ്പോൾ ആ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ആൾ തിരിച്ചു നടക്കുന്ന സമയത്ത് ഒരു ചന്ദ്രി എന്ന് പറയുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന് ഇയാൾ കാണും. അപ്പോൾ ആ പെണ്ണിൻ്റെ ബ്യൂട്ടിയിൽ ഇയാൾ ഇങ്ങനെ മെസ്മറൈസ്ഡ് ആയി നിൽക്കുകയാണ്. എന്നിട്ടാ എന്നിട്ട് പിന്നെ അയാൾ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ കാണുന്നത് ആ പെണ്ണിൻ്റെ മടിയിൽ ഇയാൾ കിടക്കുന്നതാണ്. അപ്പോൾ ഈ ചന്ദ്രിക്ക് ഈ നാരായണപ്പട കഥ കേട്ടപ്പോൾ ആൾ പോയിട്ട് ഈ ബോഡി ക്രിമേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ അതവിടെ വെച്ച് നിന്നു. പിന്നെ സ്റ്റോറിയിൽ കാണിക്കുന്നത് ഈ പ്രാണേശ്വരിക്ക് ഭയങ്കര ഗിൽറ്റി ഫീലിംഗ്, ഇയാളിങ്ങനെ ഒരു സിൻ കമ്മിറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ എന്നിട്ട് ആൾ ആ വില്ലേജ് വിട്ട് ദൂരെ സ്ഥലത്തേക്ക് പോകണമെന്നാണ് ക്ലൈമാക്സ്. അപ്പോൾ ഇതിൽ മെയിൻ കാര്യം എന്ന് പറയണത് ഇങ്ങനെ ഒരു ഇപ്പം റിച്വൽസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരു അടിയായിട്ടാണ് ഈ വർക്കുള്ളത്. അതായത് ഇപ്പോൾ വലിയ ബ്രാഹ്മിൺ ലൈഫ് ലീഡ് ചെയ്ത ആളാണ് അവസാനം പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തേക്ക് പോയത്. അതുപോലെ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് ഒരാളുടെ, അല്ലാതെ ആ പെണ്ണ് മാത്രം ഉണ്ടായുള്ള അവസാനം ഇയാളുടെ റിച്വൽസും അല്ലെങ്കിൽ ഇയാളെ ക്രിമേഷൻ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനത്തെ ഒരു റിച്വൽസ് ഇങ്ങനെ തെറ്റുന്ന രീതിയിലുള്ള ഒരു അതൊന്നും അതിൻ്റെ ഒരു വേറെ രീതിയിൽ കാണിച്ചുകൊണ്ടുള്ളൊരു ഇതാണ് സംസ്കാരം.